ഹലോ. ടൈലറിംഗ് ചെയ്യുന്ന എല്ലാവരും ഇതുപോലത്തെ നോർമൽ സിസേഴ്സ് ഉപയോഗിക്കാറുണ്ടല്ലേ? ഇതേപോലത്തെ നോർമൽ സിസേഴ്സ് കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈക്ക് ഒത്തിരി സ്ട്രെയിൻ വരാറുണ്ട്, ജോയിൻറ്റ് പെയിൻ ഒക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ ഇതുപോലത്തെ കത്രിക ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ലേയേഴ്സ് ഒരുമിച്ച് കട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ? അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ സിസേഴ്സ്. അതായത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള സിസേഴ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കത്രിക കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ കൂടുതലായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻറ്റ് പെയിൻ എടുക്കും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതേപോലെ ഉപയോഗിച്ച് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ സിസേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു അടിപൊളി സിസേഴ്സായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത് എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സിസർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, വളരെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നില്ല, ക്രോസ് ആയിട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇതുപോലെ കേർവ്ഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഉണ്ടോ നല്ല ഈസി ആയിട്ട് ഒരു സ്കാലപ്പ് മോഡലൊക്കെ ആണോ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഷേപ്പിലൊക്കെ വരുന്ന സമയത്ത് കട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലത്തെ ഇലക്ട്രിക് സിസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കത്രികയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആവശ്യക്കാരൻ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അതേപോലെ ടൈലറിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ. ക്രോസ് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക് സിസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണ നോർമൽ സിസേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിലുള്ള ജോയിൻറ്റിലൊക്കെ പെയിൻ വരാറുണ്ട്, അതേപോലെ കൂടുതൽ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സൊല്യൂഷനായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇലക്ട്രിക് സിസേഴ്സ് ആണ് കേട്ടോ. നല്ല പ്രീമിയം പാക്കിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഇലക്ട്രിക് സിസേഴ്സ് ആണ്. ഇത് വന്നിരിക്കുന്നത് പിൻ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പിൻ ബ്രാൻഡ് നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും, പിൻ ബ്രാൻഡ് എഴുതി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിൻ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സിസേഴ്സ് ആണ്. അത്യാവശ്യം നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റിച്ചിങ് അറിയാവുന്ന അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുന്നവർക്ക് നമുക്കിതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഐറ്റം കൂടെ കേട്ടോ. പിൻ ബ്രാൻഡിൻ്റെ ഈ ഒരു ഇലക്ട്രിക് സിസേഴ്സ് എന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു പാക്കിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. നമുക്ക് നോർമൽ സിസേഴ്സ് ഉപയോഗിച്ച് ജോയിൻറ്റ് പെയിൻ ഒക്കെ വരാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇലക്ട്രിക് സിസേഴ്സിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് സിസേഴ്സ് വാങ്ങിയത്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലപോലെ കംഫർട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ MAH വരും 4600 MAH ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ബാറ്ററിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പുറത്ത് തന്നെ നമുക്ക് എഴുതി ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ നമുക്കിത് 1 മണിക്കൂറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിൻ്റെ താഴെയായിട്ട് നമ്മളിത് ഫുൾ ചാർജ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിലൊക്കെ മേലെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം. ചിലർ കുറേ സമയം യൂസ് ചെയ്യുന്നവരുണ്ടാകും, ചിലർ കുറച്ച് സമയം ഉപയോഗിക്കുന്നവരുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു ദിവസം എന്തായാലും നമുക്കിത് ഫുൾ ചാർജ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നോർമൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിൻ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സിസറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രീമിയം പാക്കിംഗ് ആണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് തുറക്കുന്ന സമയത്ത് ഇതേപോലെയാണ് വരിക. നമുക്കത് ചെറിയൊരു ഡാറ്റ ഷീറ്റ് ഉണ്ട്, അത് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് ഇതാണ് നമ്മുടെ സിസർ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി, കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ബ്ലേഡ് ഉണ്ട്, നല്ല റിമൂവബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഷാർപ്പ് ബ്ലേഡാണ് ഇതിൻ്റെ എൻഡിൽ വരുന്നത്. അപ്പോൾ ഇതുണ്ടോ നല്ലൊരു നമ്മൾ ആ ഒരു സ്വിച്ച് അമർന്ന സമയത്ത് ഇവിടെ ഒരു വൈബ്രേഷൻ പോലെ ജർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബ്ലേഡ് മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കണ്ടോ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കൈകളിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. അവിടെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് ഓണോ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ കട്ടായിട്ട് വരും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതുപോലത്തെ ഒരു ചാർജിങ് കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് അഡാപ്റ്ററും കൂടെ ഇതിനകൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ഈ ഒരു 3 സാധനമാണ് നമുക്ക് ഇതിനകത്ത് വരിക. ഈ ഒരു പാക്കിംഗ് കണ്ടാൽ തന്നെ അറിയാം അത്രത്തോളം പ്രീമിയം ക്വാളിറ്റി ആണെന്നുള്ളത്. കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മളിത് വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയി തോന്നിയത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഇലക്ട്രിക് സിസേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിൻ്റെ റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. കാരണം നമുക്കിത് നിങ്ങൾ ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെർച്ച് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റും. ഇലക്ട്രിക് സിസേഴ്സിന് 5000 പ്ലസ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടാൽ ഷോക്ക് ആവുന്ന രീതിയിൽ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഇതുപോലത്തെ ഒരു സിസേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആമസോണിലായിക്കോട്ടെ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലത്തെ പിൻ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ഇലക്ട്രിക് സിസേഴ്സിന് ഏകദേശം എത്ര റേറ്റ് വരുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരെന്തെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ വാട്ട്സ് നമ്പർ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ വാട്ട്സ് നമ്പർ താഴെ കൊടുക്കുക. വാട്ട്സ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ്. ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ട് ഇതുപോലത്തെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സിസേഴ്സ് കിട്ടുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടെയാണ് കേട്ടോ. ഇതിൻ്റെ പാക്കിംഗ് എടുത്ത് പറയേണ്ട പാക്കിംഗ് തന്നെയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ്, നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈലറിംഗ് ആയിട്ടുള്ള ടൈലറിംഗ് ചെയ്യുന്നവർക്കും ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്ന സുഹൃത്തുക്കൾക്കൊക്കെ നമുക്കിതൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കൊടുത്താൽ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല കാണുമ്പോൾ തന്നെ നല്ല സ്റ്റാൻഡേർഡ് തോന്നുന്ന രീതിയിലുള്ള സിസേഴ്സാണ്. പിൻ ബ്രാൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ബ്രാൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും പിൻ ബ്രാൻഡ് എത്രത്തോളം നല്ല ബ്രാൻഡാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ യൂസ് നമ്മൾ കാണിച്ചു തരാം, അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സിസർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സിസർ എടുക്കാം. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഫുൾ ചാർജ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ ഈ ഒരു സിസർ എടുക്കുക. നമുക്കിനി 1 ലെയർ ആയിക്കോട്ടെ 3 ലെയർ ആയിക്കോട്ടെ എത്ര ലെയർ നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിംഗിൾ ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തുണിക്കകത്ത് നമ്മൾ കട്ട് ചെയ്യാം. ആദ്യം ഒരു പീസ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസ് ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ഓൺ ആവും. അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ അത് വിട്ടുകൊടുത്താൽ ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ഇവിടെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇത് വർക്കാവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്താ ഏത് ലൈനിലൂടെ വേണ്ടത് അതുപോലെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വളരെ സ്മൂത്തായിട്ട് വളരെ ഈസി ആയി നല്ല ഷാർപ്പ് എഡ്ജോട് കൂടിയിട്ട് തന്നെ നമുക്ക് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ക്രോസ് ആയിട്ടാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്നിപ്പോൾ ലൈൻസിലൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നല്ല ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് സിംഗിൾ ലെയർ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ലെയർ കൂട്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ ക്രോസ് എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കണ്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ക്രോസ് എല്ലാം കട്ട് ചെയ്യാനാവും. അപ്പോൾ ക്രോസ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിലാകുമ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ സ്കാലപ്പ് ഡിസൈനൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കേർവ്ഡ് ആയിട്ടുള്ള വരുന്ന ഏരിയസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചൊന്ന് തള്ളി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത്രയും ലെയേഴ്സ് നമുക്ക് ഇനി എത്ര ലെയർ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നൈറ്റിയൊക്കെ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം കൂടുതലായിട്ട് ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം 2 ലെയർ ഇട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 2 ലെയറാക്കി ഇപ്പോൾ നമ്മൾ മടക്കിയപ്പോൾ 4 ലെയറായി കണ്ടോ. അപ്പോൾ 2 ലെയർ ഇട്ടു 2ആയിട്ട് മടക്കി അപ്പോൾ 4 ലെയറായി. ഇപ്പോൾ 4 ലെയർ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ 4 ലെയർ. അപ്പോൾ ഇതും മടക്കിയിട്ട് നമുക്ക് 8 ലെയറിലിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു 4 ലെയർ തന്നെ കണ്ടോ വളരെ സിമ്പിളായിട്ട് ഇതേപോലെ എത്ര ചെറിയ പീസ് ആയിക്കോട്ടെ എത്ര ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ഏത് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇനിയും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ 4 ലെയറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 4 ലെയറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് 8 ലെയേഴ്സ് ആക്കി എടുക്കാം കണ്ടോ. 8 ലെയേഴ്സ് വരെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മോർ ദാൻ 10 നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ. 8 ലെയേഴ്സൊക്കെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ടൊക്കെ നമ്മൾ നൈറ്റീസൊക്കെ കട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സിസർ മതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലൊക്കെ ലെയർസ് വരുന്ന സമയത്ത് കത്രിക ഉപയോഗിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാകുമ്പോൾ ഈസി ആയിട്ടുണ്ടോ വളരെ എത്ര ചെറിയ പീസായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ടൈമിങ് നിങ്ങൾക്ക് ലാഭമാണ്. അതേപോലെ ജോയിൻറ്റ് പെയിൻ ഒന്നും ഉണ്ടാവില്ല. വളരെ നല്ല നീറ്റായിട്ട് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കുറേ പീസ് വെച്ചിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര പീസാണ് കട്ട് ചെയ്ത് കാണിച്ചത് 2 3 4 5 6 7 8 9 10 11 ഉണ്ടോ
11 പീസോളം നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഉപയോഗിച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം നമ്മുടെ കൈയിൻ്റെ ജോയിൻസ് ഒക്കെ വേദനയായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്താണ് നമ്മൾ ഈ ഒരു സിസറിനെ പറ്റി അറിഞ്ഞതും ഈ ഒരു സിസർ വാങ്ങിയതും. അപ്പോൾ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി തോന്നിയത് കൊണ്ടാണ്. നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്നുള്ള ഉറപ്പാണ്. അതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.